ബ്രോയിലർ വിഭവങ്ങൾ മലയാളിയുടെ ഭക്ഷണമേശയിലെ പ്രധാന ഇനമാണ്. എന്നാൽ ജീവിക്കാൻ ഇനി മറ്റെന്തെങ്കിലും പണി നോക്കേണ്ടി വരുമെന്നാണ് കോഴി കർഷകർ പറയുന്നത്. വലിയ പ്രതിസന്ധിയിലാണ് കോഴി കർഷകർ. കേരളത്തിലെ ബ്രോയിലർ കോഴി വളർത്തു മേഖല പിടിച്ചു നിൽക്കാനുള്ള പെടാപ്പാടിലാണ്. കോഴിവില കൂടുമ്പോഴും നേട്ടം ഇടത്തട്ടുകാർക്കാണ്. കർഷകർക്ക് ലഭിക്കുന്ന വളർത്തുകൂലി അപര്യാപ്തമാണ്. ഫാമിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികളുടെ എല്ലാം വില വലിയ തോതിൽ വർദ്ധിച്ചു. പല ഫാമുകളും ഇതിനകം തന്നെ അടച്ചുപൂട്ടി. കോഴിത്തീറ്റയിൽ 2 മാസത്തിനിടെ വലിയ തോതിൽ വില വർധനയുണ്ടായി. സർക്കാരിന്റെ വിവിധ ഇനം നികുതികളെല്ലാം വർദ്ധിച്ചു. സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഈ മേഖല തന്നെ ഇല്ലാതാകും. കോഴി വളർത്തൽ മേഖല ഇനിയും കാർഷിക ഇനത്തിൽ ഉൾപ്പെടുത്താത്തത് മൂലം ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല. പിടിമുറുക്കാനുള്ള അന്യസംസ്ഥാന ലോബികളുടെ ശ്രമം ശക്തമാണ്. കോഴി കർഷക മേഖല സംരക്ഷിക്കാൻ ഇനി എന്തെങ്കിലും അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നാണ് കോഴി കർഷകരുടെ ആവശ്യം. കേരളത്തിലെ ബ്രോയിലർ കോഴി വളർത്തൽ മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരള പോൾട്രി ഫാം അസോസിയേഷൻ എന്ന കോഴി കർഷകരുടെ സംഘടനയ്ക്ക് പറയാനുള്ളത്, കോഴി വളർത്തൽ മേഖല കാർഷിക മേഖലകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റു കർഷകർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ ബ്രോയിലർ കോഴി വളർത്തൽ മേഖലയിൽ നൽകണം എന്നതാണ് കേരള പോൾട്രി ഫാം അസോസിയേഷൻ ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ വൺ ടൈം ടാക്സ്, ലേബർ സെസ്, പൊല്യൂഷൻ കൺട്രോൾ ഫീസ്, ലൈസൻസ് ഫീസ് എന്നീ ഇനത്തിൽ വലിയ തോതിലുള്ള ഫീസുകളാണ് ഇപ്പോൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ലഘൂകരിച്ചുകൊണ്ട് ഇവിടുത്തെ ബ്രോയിലർ കോഴി കർഷക മേഖല സംരക്ഷിക്കുന്ന നടപടി കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് കേരളത്തിലെ ബ്രോയിലർ കോഴി വളർത്തൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കേരള പോൾട്രി ഫാം അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്.